തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഉച്ചയ്ക്ക് 2 മണിക്ക്. UDF സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എം സ്വരാജിന്റെ ഹർജിയിലാണ് വിധി. അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് എം സ്വരാജിന്റെ പ്രധാന വാദം. UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വിജയവും നിയമവിരുദ്ധമാണ് എന്നാണ് എം സ്വരാജിന്റെ പ്രധാന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ചു. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് UDF തൃപ്പൂണിത്തുറയിൽ പ്രചാരണം നടത്തി. മതത്തെ ഉപയോഗിച്ച് പ്രചാരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നും എം സ്വരാജിന്റെ വാദം. അയ്യപ്പന്റെ ചിത്രം പതിച്ച വോട്ടേഴ്സ് സ്ലിപ്പ് ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികളും എം സ്വരാജ് തെളിവായി ഹാജരാക്കി. എം സ്വരാജിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു കെ ബാബുവിന്റെ മറുപടി വാദം. ഈ വാദം തള്ളിയ ഹൈക്കോടതി കേസ് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. ഹൈക്കോടതി പരാമർശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. വിചാരണ പൂർത്തിയാകാനിരിക്കെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്ത് കെ ബാബു നൽകിയ 2ാം ഹർജിയും സുപ്രീം കോടതി തള്ളി. LDF കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണിത് എന്നാണ് കെ ബാബുവിന്റെ വാദം. കെ ബാബുവിനെ ഹൈക്കോടതി ഇന്ന് അയോഗ്യനാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് കനത്ത തിരിച്ചടിയാകും. ഒപ്പം എം സ്വരാജിനെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി ഹൈക്കോടതി അംഗീകരിച്ചാൽ നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം 100 സീറ്റാകും. ഹൈക്കോടതി വിധി ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായാലും കെ ബാബു, എം സ്വരാജ് നിയമ പോരാട്ടം സുപ്രീം കോടതിയിലേക്കും എത്തും. റിപ്പോർട്ടർ, കൊച്ചി.